കാരന്തൂരിന്റെ മകനായിരുന്നു കൊല്ലപ്പെട്ടതെങ്കിൽ താങ്കൾ ഈ നിലപാടെടുക്കുമായിരുന്നു? ജൂലൈ 16-ന്, അതായത് ഇന്ന് നടപ്പാക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതായുള്ള അറിയിപ്പ് വന്നതോടുകൂടി അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പലരും ഇറങ്ങിയിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്ന് നടത്തുവാനിരുന്ന വധശിക്ഷ മാറ്റിവെച്ചത് എന്നും പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കാന്തപുരത്തെ വാനോളം പ്രശംസിക്കുന്നു. കാരന്തൂരിലെ കുന്നുകളിടിച്ച് നോളജ് സിറ്റിയും ഹെൽത്ത് സിറ്റിയും ഉണ്ടാക്കിയത് പുറത്തു കൊണ്ടുവന്ന അത് വിവാദമാക്കിയ ഏഷ്യാനെറ്റ് തന്നെയാണ് ഇന്ന് കാരന്തൂരിനെ ആദ്യം മുതൽ നിമിഷപ്രിയ വിഷയത്തിൽ പരമോന്നതനാക്കുവാൻ ശ്രമിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇതിനെ 10 വോട്ടാക്കാൻ ശ്രമിക്കുന്ന രമേശ് ചെന്നിത്തലയും സംഘവും കാരന്തൂരിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഇത് ചാണ്ടി ഉമ്മന്റെയും മറിയാമ്മ ഉമ്മന്റെയും കഴിവാണ്, അവർ ആദ്യം പോയി ഗവർണറെ കണ്ടതുകൊണ്ട് മാത്രമാണ് വിധി നീട്ടുവെക്കുവാൻ സാധ്യമായത് എന്നും പറഞ്ഞ് മറ്റു ചിലർ. ഇതിനിടയിൽ ചട്ടയും മുണ്ടും ജോക്കിയും ഒക്കെ ഇട്ട് ഞങ്ങളുടെ പോച്ചൻ യമനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വേറെ ചിലർ. MA യൂസഫ് അലിയും രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നും പറഞ്ഞു കുറെ പേർ. യമൻ പുറപ്പെടുവിച്ച ആ ഉത്തരവിന്റെ പരിഭാഷ ഇതാണ്: പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച 2025 ജൂലൈ 16 നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിരുന്ന 2018 AD CJയിലെ 68-ാം നമ്പർ കേസിൽ ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയ ടോമി തോമസിനെതിരായ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. കുറ്റവാളി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷാ തീയതി ഞങ്ങളുടെ അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ വധശിക്ഷാ തീയതി മാറ്റിവെച്ചതിന്റെ വിജയാഘോഷങ്ങളും വധശിക്ഷ മാറ്റിയതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും മുറുകുന്നതിനിടയിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി അസന്നിഗ്ധമായ ഒരു കാര്യം BBC അറബിക്കിലൂടെ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് കുടുംബത്തിന് പറയാനുള്ളതെന്നും അബ്ദുൽ ഫത്താഹ് മെഹ്ദി പറഞ്ഞു. അത് മാത്രമല്ല, ഇന്ത്യൻ മാധ്യമങ്ങൾ തന്റെ സഹോദരന്റെ കൊലപാതകയ്ക്ക് ഒരു ഇരയുടെ പരിവേഷം ചാർത്തിക്കൊടുത്ത് അവരെ രക്ഷിക്കുവാൻ മുറവിളി കൂട്ടുകയാണ്. ഞങ്ങൾക്ക് സഹോദരന്റെ ബ്ലഡ് മണി ആവശ്യമില്ല എന്നും ആവർത്തിക്കുകയുണ്ടായി. തലാലിന്റെ അബ്ദുൽ ഫത്താഹ് മെഹ്ദി എന്ന ഈ സഹോദരനെ നമുക്ക് അക്ഷരം തെറ്റാതെ സഹോദരൻ എന്ന് തന്നെ വിളിക്കാം. ഈ സഹോദരന്റെ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ ഒരു അപ്പനോ അമ്മയോ കൂടപ്പുറപ്പുകളോ ആയിരുന്നെങ്കിലോ 1 ലക്ഷം രൂപ തികച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ, സർക്കാർ ഒരു താൽക്കാലിക തൂപ്പുജോലി കൊടുക്കാമെന്ന് പറയുകയോ ചെയ്താൽ അത് ചാടി മേടിച്ചിട്ട് പറയും ഇതുപോലെ 1-2 എണ്ണം കൂടി വീട്ടിലുണ്ട് സാറേ എന്ന്. സത്യമല്ലേ? സമ്മതിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക്കിൽ ഒരു യമൻ പൗരനോ പോട്ടെ ഒരു US പൗരനോ തൊഴിൽ തേടി ഇവിടെ വന്നു എന്ന് ചുമ്മാ കരുതുക. ഇവിടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന വേളയിൽ കൃത്യമായി ആസൂത്രണം നടത്തി മൃഗീയമായി തൻ്റെ തൊഴിലുടമയെ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയെ മയക്കുമരുന്ന് അമിത അളവിൽ കുത്തിവെച്ച് കൊന്ന് 100 കഷണങ്ങളാക്കി അറുത്ത് പോളിത്തീൻ കവറിലാക്കി കുടിവെള്ള ടാങ്കിൽ കൊണ്ടിട്ടിട്ട് തെളിവ് നശിപ്പിച്ച് ആരും അറിയാതെ രാജ്യം വിടുവാൻ ശ്രമിച്ച ആളെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? സുപ്രീം കോടതിയിൽ വരെ പോയി അവസാനം കൊലപാതകിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നും കരുതുക. വധശിക്ഷ നടപ്പിലാക്കുവാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രതിയുടെ രാജ്യത്തുള്ള മതപ്രമാണികൾ നമ്മുടെ നാട്ടിലുള്ള മുല്ലമാരെയോ മുക്രികളെയോ സ്വാമിമാരെയോ ബിഷപ്പുമാരെയോ സ്വാധീനിച്ചോ വിളിച്ചു പറഞ്ഞോ അവർ ഇടപെട്ട് സുപ്രീം കോടതിയുടെ ആ തീരുമാനത്തെ മരവിപ്പിക്കുവാൻ സാധിക്കുമോ? നമ്മളത് അനുവദിച്ചു കൊടുക്കുമോ? ഇല്ല. കാരണം നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് കുറ്റവാളികൾക്ക് ഇത്തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ കൊടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇറ്റ് ഷുഡ് ബി ഡെറ്ററന്റ് ഫോർ ഓൾ. ഇത് മറ്റുള്ളവർക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. അതാണ് നിയമവാഴ്ചയുടെ ആണിക്കല്ല്. ഒരു പ്രശ്നം വരുമ്പോൾ കൊലപാതകമല്ലാതെ മറ്റു പല മാർഗങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിമിഷപ്രിയയുടെ കേസിൽ തന്റെ മാനം രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെയുണ്ടായ പെട്ടെന്നുള്ള രക്ഷപ്പെടൽ ശ്രമത്തിനിടെയുണ്ടായ ഒരു കൊലപാതകമല്ല ഇത്. തന്റെ ബിസിനസ് പങ്കാളിയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കരുതലോടും കൂടെ മയക്കുമരുന്ന് അമിത അളവിൽ കുത്തിവെച്ച് നടത്തിയ ഒരു മൃഗീയമായ കൊലപാതകമാണ്. ആ ജീവനുള്ള ബോധമില്ലാതെ കിടന്ന ആ ശരീരത്തെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി അറുത്തുമുറിച്ച് കുടിവെള്ള ടാങ്കിൽ കൊണ്ടിട്ട് അഴുകി നാറിയ കേസാണ്. ഈ കൃത്യവും കഴിഞ്ഞ് ആരോരും അറിയാതെ രാജ്യം വിടുവാൻ ശ്രമിച്ച ഒരു കേസാണിത്. ഈ കാരന്തൂർ അബൂബക്കർ മുസ്ലിയാരുടെ മകനായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ ബ്ലഡ് മണി മേടിച്ച് തൻ്റെ മകനെ ബ്രൂട്ടലായി കൊന്ന പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് നൽകണം എന്ന് പറഞ്ഞ് കാരന്തൂർ ഇറങ്ങുമായിരുന്നു.
ഈ ചാണ്ടിയുമ്മന്റെ സഹോദരിക്കാണ് ഇപ്രകാരം ഒരു അവസ്ഥ ഉണ്ടായിരുന്നതെങ്കിൽ അമ്മയും മകനും ഇതുപോലെ ഇറങ്ങുമായിരുന്നു. ഇതിനെയാണ് വല്ലവന്റെയും ജീവനും ചോരയും വെച്ച് നേട്ടമുണ്ടാക്കുക എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ പരിവേഷം ചാർത്തിക്കൊടുത്താലും താടിക്ക് തീപിടിക്കുമ്പോൾ ബീഡിക്ക് തീപിടിപ്പിക്കാൻ നോക്കുന്ന ഒരു പണി തന്നെയാണിത്. ഇവിടുത്തെ സർക്കാരും നിയമ സംവിധാനങ്ങളും തോൽക്കുന്നിടത്ത്, നോക്കുകുത്തികളാകുന്നിടത്ത് ഒരു മുല്ലയോ മുക്രയോ മുല്ലാക്കയോ സ്വാമിയോ ബിഷപ്പോ പാതിരിപ്പാമ്പോ അത് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർ സർക്കാരിനോടും കോടതികളോടും ചോദിക്കും, നിങ്ങളുടെയൊക്കെ പ്രസക്തി പിന്നെ ഇവിടെ എന്താണ് എന്ന്, നിങ്ങളെയൊക്കെ എന്തിന് ഞങ്ങൾ സഹിക്കുന്നു ചുമക്കുന്നു എന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ ശിക്ഷ അനുഭവിക്കണം. പ്രതിക്ക് ഇരയുടെ പരിവേഷം നൽകരുത്. നിമിഷപ്രിയ വിഷയത്തിൽ മുൻനിരയിൽ ഇറങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കുക. അവർക്കെല്ലാം വളരെ വ്യക്തമായ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉള്ളവരാണ്. മാധ്യമങ്ങളുടെ ഈ ക്യാമ്പയിനിൽ സർക്കാരും കോടതികളും വരെ വീണുപോയി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന കേട്ട് ചിരിക്കണോ കരയണോ എന്ന് ചിന്തിച്ചു പോയി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടാൽ അത് വേദനാജനകമാണ് എന്ന്. ഒരു സുപ്രീം കോടതിയുടെ പരാമർശമാണ് ഇതെന്ന് ഓർക്കണം. ഇവിടുത്തെ മാധ്യമങ്ങളും ഓരോരുത്തരുടെയും പക്ഷം ചേർന്ന് ഇവിടെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുക്രിയുടെയോ മതനേതാക്കളുടെയോ അഭ്യർത്ഥന പ്രകാരം ഇപ്രകാരം ഒരു ശിക്ഷാ ഇളവ് നൽകിയാൽ നാളെ ഈ രാജ്യം പകരമായി എന്തൊക്കെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. മധ്യസ്ഥരുടെ റോഡുകളിൽ ഏതൊക്കെ ഊച്ചാളികൾ കടന്നു കയറും. നിയമവാഴ്ചയുടെ പ്രസക്തി നഷ്ടപ്പെട്ട് ജംഗിൾ രാജിലേക്ക് പോകില്ലേ കാര്യങ്ങൾ. ഉപജീവനത്തിനായി ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് നമ്മുടെ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിലുള്ള ജയിലുകളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്തുവാൻ എന്താണ് മാർഗം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്ന് കാര്യമായി ചിന്തിക്കൂ. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും? വീണ്ടും ഞാൻ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദിയുടെ ആ പരാമർശത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ദൈവത്തിൻ്റെ നിയമപ്രകാരം ശിക്ഷ നടപ്പിലാക്കണം. ഞങ്ങളുടെ കുടുംബം ഒരുപാട് അനുഭവിച്ചു. ക്രൂരമായ കൊലപാതകം മാത്രമല്ല, ഈ കേസ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയതും ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കി, സഹോദരൻ പറയുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുവാനായി സത്യത്തെ വളച്ചൊടിക്കുകയാണെന്നും കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ കാരണത്തിന്റെ പേരിലായാലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനാവില്ല. കൊലപാതകം മാത്രമല്ല, മൃതദേഹം കഷണങ്ങളായി മറവ് ചെയ്യുകയും ചെയ്തുവെന്നും സഹോദരൻ പറയുന്നു. യമനിൽ ഈ വിഷയത്തെ ചൊല്ലി വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തലാലിൻ്റെ കുടുംബത്തിനും ഗോത്രത്തിനും അനുകൂലമായി അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. തലാലിൻ്റെ കുടുംബത്തെയും പ്രാദേശിക വിഭാഗത്തെയും എതിർത്തുകൊണ്ട് വധശിക്ഷ മരവിപ്പിക്കുവാൻ എത്രത്തോളം സാധിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. നിമിഷപ്രിയ വിഷയത്തെ വൈകാരികമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നവർ കൊല്ലപ്പെട്ട തലാലിനും ഒരു കുടുംബവും മക്കളും ഉണ്ടായിരുന്നു എന്നത് മറക്കരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. രാജ്യവും കുറഞ്ഞപക്ഷം നമ്മുടെ കോടതികളെങ്കിലും ഇതിനെ വൈകാരികമായി സമീപിക്കരുത്. അല്ല എങ്കിൽ ഈ വൈകാരിക സമീപനം എല്ലാ കേസുകളിലും ഇവിടെ ഉണ്ടാവണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.